പണ്ഡിതന്മാർ ഈ വചനത്തിൻ്റെ തഫ്സീറിൽ വിഷയങ്ങൾ പലത് ഉണർത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ എന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല മുന്തിപ്പിച്ചത് രാവിനെയാണ്. വഖ്തിലാഫിൽ ലൈൽ, പിന്നെയാണ് വന്നഹാർ പകലിനെ പറഞ്ഞത്. ഇത് ഇവിടെ മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ രാവിനെയും പകലിനെയും പ്രസ്താവിച്ച വചനങ്ങൾ, ഒന്നിച്ചു പറഞ്ഞ സൂക്തങ്ങൾ 50-ലേറെ വരും. അവിടെയെല്ലാം രാവിനെ മുന്തിപ്പിച്ചതായി നമുക്ക് കാണാം. ഈ ആയത്തിൽ പറഞ്ഞതുപോലെ സൂറത്ത് ആലി ഇംറാനിൽ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. അതേപോലെ മറ്റു ചില സ്ഥലങ്ങളിൽ ഇഖ്തിലാഫ് അല്ല വിഷയം. യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ, രാവിനെ പകലിൽ പ്രവേശിപ്പിക്കുന്ന വിഷയമാണ്. മറ്റു ചിലയിടത്ത് യുസബ്ബിഹൂനൽ ലൈല വന്നഹാർ, പകലുകളിൽ മലക്കിൻ്റെ തസ്ബീഹിൻ്റെ വിഷയമാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ഫീ 6 അയ്യാമിൻ സുമ്മ ഇസ്തവ അലൽ അർശ് യുഗ്ശിൽ ലൈലൻ നഹാറ യത്ലുബുഹു ഹസീസ വശംസ വൽ ഖമറ വൻ നുജൂമ മുസഖറാത്തിൻ ബിഅംരി എന്നിങ്ങനെയാണ്. അവിടെ യുഗ്ശിൽ ലൈലൻ നഹാറ, അല്ലാഹു സുബ്ഹാനഹു വ തആല രാവിനെ കൊണ്ട് പകലിനെ പൊതിയുന്നു എന്നുള്ള വിഷയമാണ് ഇഗ്ഷ. മറ്റ് ചില സ്ഥലങ്ങളിൽ യുകവ്വിറുൽ ലൈലൻ നഹാർ, രാവിനെ കൊണ്ട് പകലിനെ ചുറ്റുന്ന പൊതിയുന്ന വിഷയമാണ്. ചില സ്ഥലങ്ങളിൽ നമ്മളിവിടെ കേട്ടതുപോലെ വമിൻ ആയാതിഹി മനാമുക്കും ബിൽ ലൈലി വന്നഹാർ, രാവിൽ പകലിൽ ഉറക്കം, ഇതുമായി ബന്ധപ്പെട്ടാണ്. രാവ് അള്ളാഹുവിൻ്റെ മഹനീയ സൃഷ്ടിയാണ്. പകലും രാവിലും പകലിലും വലിയ വലിയ ഫലങ്ങളും ഗുണങ്ങളും അത്ഭുതങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ വിധികർത്താവും വിധിദാതാവുമാണ്. അവൻ്റെ കഴിവും കെൽപ്പും ബോധ്യപ്പെടുത്താൻ, അവൻ സൃഷ്ടിച്ചതിലെ സൃഷ്ടി മഹാത്മ്യം ബോധ്യപ്പെടുത്താൻ പല സൃഷ്ടികളെ കൊണ്ടും അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ രാവിനെ കൊണ്ടും പകലിനെ കൊണ്ടും സത്യം ചെയ്തു പലയിടങ്ങളിൽ. കല്ലാ വൽ ഖമർ വല്ലൈലി ഇദ് അദ്ബർ വസ്സുബ്ഹി ഇദാ അസ്ഫർ. ഈ സത്യത്തിൽ രാവിനെ കൊണ്ടാണ് ആദ്യം സത്യം ചെയ്തത്, പിന്നെയാണ് പകൽ. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാരിൽ കുന്നസ് വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ്. ഇവിടെ നോക്കൂ നിങ്ങൾ, രാവും പകലും സത്യത്തിൽ രാവിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്തിപ്പിച്ചത്. വല്ലൈലി ഇദാ അസ്അസ്, പിന്നെയാണ് വസ്സുബ്ഹി ഇദാ തനഫസ് എന്ന് പറഞ്ഞത്. വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല. രാവിനെ കൊണ്ടും പകലിനെ കൊണ്ടും സത്യം ചെയ്തപ്പോൾ ഇവിടെ രാവിനെ മുന്തിപ്പിച്ചു. ഇങ്ങനെ കൂടുതൽ രാവിനെ മുന്തിപ്പിച്ച വചനങ്ങൾ നമ്മൾ വായിക്കുന്നു. സത്യത്തിൽ രാവിനെ മുന്തിപ്പിച്ച വചനങ്ങളാണ് കൂടുതലും. അതെന്തുകൊണ്ടാണ് രാവിനെ മുന്തിപ്പിച്ചത് പകലിനെ അപേക്ഷിച്ച്? അതിൽ പല വിഷയങ്ങളും പണ്ഡിതന്മാർ ഉണർത്തിയതും സൂചന നൽകിയതുമൊക്കെ നമ്മൾ തഫ്സീർ ഗ്രന്ഥങ്ങളിലും മറ്റും വായിക്കും. ദൃഷ്ടാന്തങ്ങളും അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളും പകലിനെ അപേക്ഷിച്ച് രാവിൽ കൂടുതൽ ദർശിക്കാനുണ്ട് എന്നതിനാലും ആത്മീയമായും ധാർമ്മികമായും പകലിനെ അപേക്ഷിച്ച് രാവാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദവും ഗുണപ്രദവും എന്ന് ബോധ്യപ്പെടാനുമൊക്കെയാണ് ഈ ഒരു മുന്തിപ്പിക്കൽ എന്ന നിലക്കാണ് അതിൽ ചർച്ചകൾ പലതുമുള്ളത്. മതപരമായുള്ള വിഷയങ്ങൾ ചിലതൊക്കെ നമ്മളിവിടെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. രാത്രി നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട്, രാത്രിയിലെ ദുആകളുമായി ബന്ധപ്പെട്ട്, രാത്രിയിലെ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട്, രാത്രിയിലെ തസ്ബീഹുകളുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ പാപമോചന തേട്ടവുമായി ബന്ധപ്പെട്ട് ഒക്കെ കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. രാവിൽ പരിമിതമായ സമയം മാത്രമായിരുന്നു അവർ ഉറങ്ങിയിരുന്നത്. ഇരുളിൻ്റെ യാമങ്ങളിൽ അവർ പാപമോചന തേട്ടം നടത്തുന്നവരായിരുന്നു. യബീതൂന ലി റബ്ബിഹിം സുജ്ജദൻ വഖിയാമ. രാത്രി അവർ റബ്ബിനു വേണ്ടി കഴിച്ചുകൂട്ടി സുജൂദും ഖിയാമുമൊക്കെയായി നിസ്കാരം സജീവമാക്കി. തതജാഫ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. ശയ്യകളിൽ നിന്ന് അകലം നിന്ന് പേടിയോടും പ്രതീക്ഷയോടും കൂടി അവർ റബ്ബിന് ദുആയിൽ കഴിയുന്ന വിഷയം. ഇങ്ങനെയൊക്കെ പല സൂക്തങ്ങൾ രാവിൽ ധാർമ്മികമായ ആത്മീയമായ പോഷിപ്പിൻ്റെ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു, വായിക്കുന്നു. ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾ ഈ ലൈലിനെ നഹാറിനേക്കാൾ മുന്തിപ്പിച്ചതിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.